തണ്ണീർമത്തൻ ദിനങ്ങൾ, അതുപോലെ പത്രോസിന്റെ പടപ്പുകൾ, ഇതിലെല്ലാം റൈറ്റർ ആയിട്ടായിരുന്നു. അപ്പം ആസ് എ റൈറ്റർ ഇപ്പം നമ്മൾ സൈക്കോളജിക്കലി അവരുടെ ക്യാരക്ടേഴ്സിനെ എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു റൈറ്റർ ഒരു ക്യാരക്ടർ എഴുതണമെന്നുണ്ടെങ്കിൽ അയാൾ സൈക്കോളജിക്കലി അയാൾ എന്തൊക്കെ തിങ്ക് ചെയ്യും, അയാൾ എങ്ങനെയൊക്കെ ഏതൊക്കെ വശത്തൂടെ പോവും. ഇപ്പം ഞാനതിനൊരു എക്സാമ്പിൾ പറയാം. വേറെ ഒരു കോൺവെർസേഷനിൽ ഞാനിങ്ങനെ പറയണ കേട്ടു. നമ്മുടെ നെസ്ലിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി വെപ്രാളം പിടിച്ച് വിറച്ചിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നത് കണ്ടു. അപ്പം തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്തു എന്ന് പറഞ്ഞു ആ ഒരു ക്യാരക്ടറിനെ. അപ്പം അതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെ ഒരു ക്യാരക്ടറിനെ? നെസ്ലിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാല് നെസ്ലിനെ അഭിനയിക്കാൻ വന്നാണല്ലോ. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഇതിലാണ് നോക്കിയിരിക്കണം, ഇവർ അഭിനയിക്കോ ഇല്ല എന്നുള്ളത്. അപ്പൊ ഇവന് ഭയങ്കര ലൈക്കബിലിറ്റി ഉണ്ട്. വെറുതെ വന്ന് നിന്നാൽ നമുക്ക് ഇഷ്ടാവും. അങ്ങനത്തെ ലൈക്കബിലിറ്റി ഉണ്ട് നെസ്ലിന്. വെറുതെ റൂമിൽ ഒന്നും ചെയ്യണ്ട, അവനോട് ഇരുന്ന് നമുക്ക് ഇഷ്ടാവും. അങ്ങനത്തെ ലൈക്കബിലിറ്റി നെസ്ലിനുണ്ട്. അതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. അതന്ന് നമ്മൾ കിട്ടിയിരുന്നു. വെറുതെ കയറി വരുമ്പോ തന്നെ നമുക്ക് ഇവൻ കൊള്ളാലോ എന്ന് തോന്നും. പിന്നെ ബോണസ് ആണ് അഭിനയം. ക്യാരക്ടർ എഴുതുമ്പോൾ എനിക്കത് ഓൺ ദ വേയിലാണ് അത് ഫുള്ളാവുന്നത്. ഇപ്പൊ ഫസ്റ്റൊക്കെ അതിന്റെ എന്തെങ്കിലും ചെറിയ ഫോമൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ ഒരാള് ഒരു ക്യാരക്ടറിന്റെ എന്തെങ്കിലും ഒരു മാനറിസംസ് മാത്രമായിരിക്കും നമുക്ക് വർക്ക് ആവുക. പിന്നെ പോകെ പോകെ ഒന്നല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ പോകെ അഡീഷൻ വന്ന് അത് ഫോം ആവും. നമ്മളൊക്കെ വലുതാവണ പോലെ തന്നെ അത് ഫോം ആവും. ഫസ്റ്റ് എന്തായാലും ക്യാരക്ടേഴ്സ് തന്നെയാണ് എനിക്ക് വരുന്നത്, കഥയൊന്നുമല്ല. ക്യാരക്ടേഴ്സ് വന്നിട്ട് ഇങ്ങനത്തെ കഥകൾ അതിലേക്ക് വരും. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഹാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഇങ്ങനെ എഴുതിയിടും. 10-12 വർഷം മുമ്പുള്ള പരിപാടികൾ വരെ നമ്മുടെ അടുത്തുണ്ടാവും. കഥയല്ല, എന്തെങ്കിലും ഒരു പെക്യുലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സോ അവരുടെ ഗസ്റ്റേഴ്സോ പേരുകളോ, ഇപ്പൊ നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പേരുകളോ സിനിമാ പേരുകളോ എല്ലാം ഞാനിങ്ങനെ എഴുതിയിട്ട് പോകും. ഇതിലേക്ക് അഡീഷൻ ആവും ഓരോ സമയത്ത്. എന്തെങ്കിലുമൊക്കെ അതിലേക്ക് ചേരുമ്പോൾ അതിന് ചേരേണ്ടത് തൊട്ട് അങ്ങനെ അഡീഷനായി ഫോം ആവുന്ന കഥകളും ക്യാരക്ടേഴ്സും ഒക്കെ തന്നെയാണ്. അങ്ങനെയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും നോർമലി അല്ലാത്ത, അല്ലെങ്കിൽ ഒരു എനിക്ക് നോർമലായിട്ട് തോന്നാത്ത ആൾക്കാരാണ് നമ്മൾ ചൂസ് ചെയ്യാറ്. അവർക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവും, അത് എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെയാണ് ക്യാരക്ടേഴ്സ് വരുന്നത്.